ഇപ്പോൾ നമ്മൾ കാണുന്നതാണ് കൊല്ലപ്പെട്ട ഇറാനിയൻ നേതാക്കളുടെ ചിത്രങ്ങൾ. ഈ പറഞ്ഞതുപോലെ നേരത്തെ പല ഇസ്രായേലി സൈറ്റുകളും ഇസ്രായേലി മാധ്യമങ്ങളും ഇസ്രായേലി വൃത്തങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു. ഉന്നത ഉദ്യോഗസ്ഥരടക്കം ഉന്നത മേധാവികളടക്കം ഈ പറയുന്ന ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്ന്, ആ കൊല്ലപ്പെട്ടു എന്ന് പറയപ്പെടുന്ന ആളുകളുടെ ചിത്രങ്ങളാണ് നമ്മൾ കാണുന്നത്. പക്ഷേ അപ്പോഴും ഖമനേയി, പെസഷ്കിയാൻ അടക്കമുള്ള പ്രമുഖർ, അതായത് സുപ്രീം ലീഡർ, പ്രസിഡന്റ് അടക്കമുള്ളവരെ കൊലപ്പെടുത്തിയിട്ടുണ്ടെന്ന ഇസ്രായേലിൻ്റെ വാദം പതിയെ പതിയെ ഇല്ലാതാവുകയാണ്. അതിലൊരു ആധികാരികത വരുന്നില്ല. ഈ പറയുന്ന ബെഞ്ചമിൻ നെതന്യാഹു ആണെങ്കിലും ട്രംപ് ആണെങ്കിലും സംസാരിക്കുമ്പോൾ ഖമനേയി കൊല്ലപ്പെട്ടിട്ടുണ്ടാകാം എന്നൊരു പോസിബിലിറ്റി ആൻസർ മാത്രമാണ് പറയുന്നത്. അതിൽ വ്യക്തത വന്നിട്ടില്ല. ഈ പറയുന്ന നമ്മൾ സ്ക്രീനിൽ കാണുന്ന ഇസ്രായേൽ പ്രതിരോധ സേന പുറത്തുവിട്ട ദൃശ്യങ്ങളാണ്. അതായത് ഇപ്പോഴും ഇറാൻ ഇതുമായി ബന്ധപ്പെട്ടൊരു സ്ഥിരീകരണം നടത്തുന്നില്ല. ഇസ്രായേൽ പറഞ്ഞ ആളുകൾ, അതായത് ഇസ്രായേൽ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഈ ടെഹ്റാനടക്കം നടത്തിയ ആക്രമണത്തിൽ ഉന്നത സൈനിക മേധാവികളടക്കം കൊല്ലപ്പെട്ടിട്ടുണ്ട്. ആ കണക്ക് പറയുകയാണെങ്കിൽ അലി ശങ്കാനി മുഹമ്മദാണ് നമ്മൾ ആദ്യം കാണുന്നത്. അലി ശങ്കാനി എന്ന് പറയുന്നത് ഈ പറയുന്ന ആയത്തുൽ ഖമനയുടെ മുഖ്യ ഉപദേഷ്ടാവാണ്. ഈ അലി ശങ്കാനിയെ 2025 ജൂണിൽ നടന്ന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന് വ്യാപകമായ വാർത്ത പ്രചരിച്ചതാണ്. ഇസ്രായേൽ അത് അവകാശപ്പെട്ടതുമാണ്. പക്ഷേ ആ സീസ്ഫെയറൊക്കെ കഴിഞ്ഞ് 2-3 മാസങ്ങൾക്കകം തന്നെ അദ്ദേഹം പൊതുമധ്യത്തിൽ പ്രത്യക്ഷപ്പെട്ടതാണ്. മാധ്യമങ്ങൾക്ക് തത്സമയം ഇന്റർവ്യൂ കൊടുത്താണ് ആ പറയുന്ന അലി ശങ്കാനെ കൊലപ്പെടുത്തിയെന്നാണ്, അല്ലെങ്കിൽ അലി ശങ്കാനെ ഇല്ലാതാക്കിയെന്നാണ് ഇസ്രായേൽ വീണ്ടും വാദമുയർത്തുന്നത്. ഇത് ഇസ്രായേൽ പുറത്തുവിട്ട ചിത്രമാണ്. അതാണ് അലി ശങ്കാനി. പിന്നീടുള്ളത് മുഹമ്മദ് പാക്പോറാണ്. അദ്ദേഹം ഈ പറയുന്നത് പോലെ ഇറാൻ റവല്യൂഷൻ ഗാർഡിന്റെ പ്രധാനപ്പെട്ട കമാൻഡറുകൾ ഒരാളാണ്. പിന്നെ സലേ അസാദി, മുഹമ്മദ് ഷിറാസി, അസീസ് നസിസാദ് പറയുന്നത് അവിടുത്തെ പ്രതിരോധ വകുപ്പ് മന്ത്രിയാണ്, പ്രതിരോധ മന്ത്രിയെ അടക്കം കൊലപ്പെടുത്തിയെന്നാണ് പറയുന്നത്. ഹൊസൈൻ ജബ്ബാൽ അമേലിയൻ, റസ മുസഫർനിയ, ഇതൊക്കെ ഈ പറയുന്ന പോലെ മന്ത്രിസഭയിലുള്ള അല്ലെങ്കിൽ സൈനിക വിങ്ങിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരാണ്. ഈ ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് ഇസ്രായേൽ അവകാശവാദം ഉന്നയിക്കുന്നത്. ആ കൊലപ്പെടുത്തിയെന്ന് പറയുന്ന ഉദ്യോഗസ്ഥരുടെ ഇസ്രായേൽ പുറത്തുവിട്ട ദൃശ്യങ്ങളാണിത്. പക്ഷേ ഇതിലൊന്നും ഒരു സ്ഥിരീകരണം നേരത്തെ അബ്ബാസ് അരാക്ചി അടക്കം ഈ ഇറാൻ വിദേശകാര്യമന്ത്രി അടക്കം പറഞ്ഞു ഇവരൊന്നും കൊല്ലപ്പെട്ടിട്ടില്ല. ഈ പറയുന്ന അമീർ നസിർസാദ് എന്ന് പറയുന്ന പ്രതിരോധ വകുപ്പ് മന്ത്രിയാണ്. പ്രതിരോധ വകുപ്പ് മന്ത്രിയെ കൊലപ്പെടുത്തിയെന്ന ഇസ്രായേലിന്റെ വാദവും ഇറാൻ നേരത്തെ തള്ളിയിരുന്നു. ഇതൊക്കെ ഇസ്രായേൽ പറയുന്ന ആളുകളാണ്. ഇസ്രായേൽ കൊലപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറയുന്ന ഇറാനിലെ ഉന്നത നേതാക്കളുടെ ചിത്രങ്ങൾ നമ്മൾ കണ്ടത്. ആ ചിത്രങ്ങൾ പുറത്തുവിടുമ്പോഴും ഇസ്രായേലും അമേരിക്കയും നേരത്തെ അടക്കം ഈ യുദ്ധമുഖത്ത് തുടക്കം മുതൽ വാദഗതി ഉയർത്തുന്ന ആയത്തുൽ ഖമനേയി, അതേപോലെ തന്നെ പെസഷ്കിയാൻ, ഇറാൻ സുപ്രീം ലീഡർ ആയത്തുൽ ഖമനേയും ഇറാൻ പ്രസിഡന്റ് പെസഷ്കിയാൻ, ഇവർ രണ്ടുപേരും കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞു. പക്ഷേ ഈ കാര്യത്തിൽ ഇപ്പോൾ അത്രത്തോളം വ്യക്തത അവർ വരുത്തുന്നില്ല. സംശയം എന്ന മട്ടിൽ, ഒരു പ്രോബിലിറ്റി എന്ന മട്ടിൽ, സാധ്യത എന്ന മട്ടിൽ മാത്രമാണ് കാര്യങ്ങൾ പറയുന്നത്. അതായത് തുടക്കത്തിൽ അവർ പറഞ്ഞ പോലെ അഡമൻ്റെ സ്റ്റാൻഡ് ഇവരെ കൊലപ്പെടുത്തുന്ന കാര്യത്തിൽ ഇപ്പോൾ എടുക്കുന്നില്ല, അത്ര ഉറച്ചു നിൽക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ആയത്തുൽ ഖമനേയി കൊല്ലപ്പെട്ടു എന്ന കാര്യത്തിൽ വ്യക്തത വരുന്നില്ല. ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു ആണവ നിരായുധീകരണമായിരുന്നില്ല അമേരിക്കയുടെയും ഇസ്രായേലിന്റെ ലക്ഷ്യം. ആയത്തുൽ ഖമനേയി ആയിരുന്നു. ആയത്തുൽ ഖമനയുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടമായിരുന്നു അതിൽ ഏറ്റവും പ്രധാനമായി അവർക്ക് വേണ്ടിയിരുന്ന ആയത്തുൽ ഖമനേയെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. നേരത്തെ പലതവണ പ്രിസൈസ് ഓപ്പറേഷൻസ് അടക്കം ആയത്തുൽ ഖമനേയെ കേന്ദ്രീകരിച്ച് നടത്തിയെങ്കിലും അതെല്ലാം പരാജയപ്പെട്ടിരുന്നു. അങ്ങനെ ഈ യുദ്ധത്തിൽ ഇപ്പോൾ ഏറ്റവും ഒടുക്കം ഇന്നുണ്ടായ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന വാദഗതി ഇസ്രായേൽ ഉയർത്തിയിരുന്നു. എന്നാൽ അത് അങ്ങനെയല്ല, കൊല്ലപ്പെട്ടിട്ടില്ല എന്ന് ഇറാൻ തറപ്പിച്ചു പറയുന്നു. കൊല്ലപ്പെട്ടിരിക്കാമെന്നൊരു സംശയം മാത്രമാണ് മറിച്ച് ഇസ്രായേലും അമേരിക്കയും പറയുന്നത്. എന്തായാലും ഈ പറയുന്ന രാത്രി ഇത് അശാന്തിയുടെ രാത്രിയാണ്. ആശ്വാസകരമായ വാർത്ത എവിടെയൊന്നും വരാത്ത നിരാശയുടെ രാത്രിയോടെ നമ്മൾ കടന്നു പോകുന്നത്. രാവ് പുലരുമ്പോൾ എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് ഇപ്പോൾ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു അന്തരീക്ഷത്തിലൂടെയാണ് ലോകക്രമം പോകുന്നത്. ഇനി എന്തൊക്കെ ആക്രമണങ്ങൾ ഉണ്ടാകും, ഇപ്പോൾ നടത്തിയ ആക്രമണങ്ങൾ എത്രത്തോളം കാഷ്വാലിറ്റീസ് ഉണ്ടാകും, എത്രത്തോളം നാശനഷ്ടം ഉണ്ടായിട്ടുണ്ടാകും, അങ്ങനെ ഒരു ചോദ്യങ്ങൾക്കും വ്യക്തമായ മറുപടി നൽകാൻ കഴിയാത്ത മണിക്കൂറുകളിലൂടെയാണ് ഇപ്പോൾ ലോകം കടന്നു പോകുന്നത്. ഇപ്പോൾ ട്രൂത്ത് സോഷ്യലിൽ അമേരിക്കയുടെ നേരത്തെ ട്രംപ് ഇട്ട പോസ്റ്റാണെന്ന് തോന്നുന്നു. ഖമനേയി, വൺ ഓഫ് ദ മോസ്റ്റ് എവിൽ പീപ്പിൾ ഇൻ ഹിസ്റ്ററി ഈസ് ഡെഡ്. This is not only justice for the people of Iran but for all great Americans and those people from many countries throughout the world. അത് നേരത്തെ ഈ യുദ്ധം തുടങ്ങിയ സമയത്ത് ഡൊണാൾഡ് ട്രംപ് ഇട്ടാണ്. അവിടെ ഡൊണാൾഡ് ട്രംപിൻ്റെ ട്രൂത്ത് സോഷ്യലിലെ പോസ്റ്റിൽ കൃത്യമായി ഖമനേയെ കൊലപ്പെടുത്തിയെന്ന് പറഞ്ഞു. എന്നാൽ ഏറ്റവും ഒടുക്കം അല്പ മണിക്കൂറുകൾക്ക് മുമ്പ് മാത്രം നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷന് കൊടുത്ത ഇൻ്റർവ്യൂവിൽ ഈ പറയുന്ന അവസ്ഥകൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഖമനേയി കൊല്ലപ്പെട്ടിട്ടുണ്ടാകുമെന്ന സംശയം മാത്രമാണ് ഉയർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലൊരു വ്യക്തത വരുന്നില്ല. ഖമനേയി കൊല്ലപ്പെട്ടോ ഇല്ലയോ എന്ന ചോദ്യത്തിന് അപ്പുറത്തേക്ക് ലോകത്ത് അശാന്തി പടരുന്നു. ഇറാൻ അമേരിക്കയും ഇസ്രായേലും റിറ്റാലിറ്റി എന്ന നിലയിൽ ഇറാൻ നമ്മൾക്ക് പരിചയമുള്ള പശ്ചിമേഷ്യയിൽ വലിയ ആക്രമണങ്ങൾ നടത്തുന്നു, മധ്യപൂർവേഷ്യയിൽ വലിയ ആക്രമണങ്ങൾ നടത്തുന്നു. മധ്യപൂർവേഷ്യയിൽ മലയാളി ഡയസ്പോറയൊക്കെ, ഇന്ത്യൻ ഡയസ്പോറയൊക്കെ ഒരുപാടുള്ള രാജ്യങ്ങളാണ് ഇപ്പോൾ ഇറാൻ ഓരോ മിസൈലുകൾ തൊടുത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.